ഗായ്സിന് ഞാൻ കളിക്കാൻ പോകുന്നത് ഡ്യൂഡ് ടെഫ്റ്റ് വാർസ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. ആ ഗെയിം ആണെങ്കിൽ ഒരു സൂപ്പർ ഗെയിം തന്നെയാണ്. നിങ്ങളൊന്ന് കളിച്ചോക്ക്, അപ്പൊ അറിയാം അതിന്റെ പ്രത്യേകത എന്താണ്. അപ്പൊ നിങ്ങൾക്കിപ്പോ കളിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കളിച്ച് കാണിച്ചു തരാം. ഞാൻ ഈ കളിക്കണതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഡ്യൂഡ് ടെഫ്റ്റ് വാർസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മള് ഓപ്പൺ ഡോർ എന്ന് പറഞ്ഞത് ഓപ്പൺ ചെയ്യണ്ട. അപ്പൊ നമുക്കൊരു സമാധാനമായിട്ട് നല്ല വാർച്ച എന്നൊക്കെ പേരുണ്ട്, പക്ഷെ നമുക്ക് വാറൊന്നും വേണ്ട. നമുക്ക് സമാധാനായിട്ട് നല്ല പോലെ നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് ജീവിച്ച് അല്ലാണ്ട് ഈ വെടിയപ്പം കുടിയപ്പം എന്റെ ഏടാ അവിടെ എന്തിനോടൊന്ന് ഓടിച്ച് നീ എന്തോട് കാണിക്കുന്ന? എനിക്ക് ഒരു നല്ല പോലെ നമ്മളെ പോലെ അങ്ങനെ വണ്ടി ഓടിച്ച പോലെ എന്തിനാ നീ എന്നെ കൂട്ടിയേ? അതൊന്നും സോറി. അപ്പം അത് ഇവിടെ ഇവിടെ പാട്ട് കളിക്കുന്നത് ഇവിടെ എന്തോ DJ പാട്ട് എന്തോ ഉണ്ടെന്നാ തോന്നുന്നു. നമുക്ക് പോയോക്കാം. പോലീസ് അറസ്റ്റ് ചെയ്യണേ. എടാ ഞാൻ വിചാരിച്ചത് നല്ലപോലെ ജീവിക്കാന്ന്. അപ്പൊ പോലീസിന്റെ പിടിയിലാവാണ്ടിരിക്കാൻ പോലീസിനെ തന്നെ എടുത്ത് വലിച്ചെറിയാൻ പോണ നമ്മൾ. എന്ത് കഷ്ടാണ് നമ്മളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. എടാ നീ ഇങ്ങനത്തെ വല്ല കോപ്രായങ്ങളും കാട്ടിയാൽ അറിയാവോ ഇതായിരിക്കും നിന്റെ വിധി. ഇനി പോലീസ് ഈ പാടിയാക്കി പൈസടാ. അവന്റെ പൈസ മേടിച്ചേ. ഞാൻ പൈസ തന്നൂലോ. ഡാൻസ് കളിക്ക്. പോലീസിനെ എനിക്ക് അത് ഫേക്ക് നോട്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അല്ല ഇവിടെ എന്താ നടക്കണേ? ഇവിടെയും DJ പാർട്ടി ഉണ്ട്. ഞങ്ങട് ചെക്ക അല്ല ചെക്ക, നീ എങ്ങോട്ട് പോണു? എങ്ങടെ പെണ്ണ് ചളക്കണ്ണൂട്ട് തന്നല്ല. എടാ നീ എന്നെ ഉണ്ടാക്കാൻ പറ്റുക? എന്നെ പിടിച്ചോട്ടെ. എന്നെ അടിക്കുന്നു എവിടെ? ചെടി ഇത് കഷ്ടാണ്. ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് കഷ്ടം. എടാ ഇട്ടാവൻ ഒറ്റ അടിക്ക് ചത്തവൻ. ഡിങ്കിയ അടിച്ചാലോ? അടിക്കോ? ബേസ്ബോൾ ബാറ്റ് വെച്ച് ഒരേറ്റെണ്ണം പൂശല്. ഇവർ റോബോട്ട്സ് ആണ്. കൊടുത്തു. അവന്റെ കയ്യില് AK-47 ആണ്. നമ്മളെ പണി അവിടെ തീർമാനായിന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു വണ്ടി വേണം. നമ്മുടെ അടുത്താണെങ്കിൽ വണ്ടിയില്ലല്ലോ. മറ്റോനെ അവിടെ പോയി AK-47 പിടിച്ച് വരുന്നുണ്ട്. അതെ ഒരു AK-47 പിടിച്ച് തലക്കടിക്കാൻ നോക്കണം. എന്നടിക്കും. എന്റെ കയ്യില്, നിന്റെ കയ്യിലൊരു ഒലക്കല്ലേ? എന്റെ കയ്യില് AK-47 ആണോ? അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ കയ്യില് ബോംബുണ്ട്. നിന്റെ 47 ഒന്നും എനിക്ക് വേണ്ട. 67 47 ഒക്കെ ഇന്നെ പിടിച്ചോ. ഒരു കാര്യം ആലോചിച്ചോ, നമ്മളില്ലേ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നാണ് പടക്കം പൊട്ടിച്ചപ്പോ നമുക്ക് എന്തായാലും ഒരു വാടുള്ള കിട്ടി. ആ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് നമ്മള് അങ്ങനെ എസ്കേപ്പ് ആവണം. സൂക്ഷിച്ചോ. 3, 2, 1. ഇവൻ ഒരെണ്ണം കൊടുക്കണേ. എന്ത് കഷ്ടാണ്. ഒന്ന് വീട്ടെന്ത് കഷ്ടാണ്. എന്ത് ചേർന്ന് വീട്രാ. നിങ്ങളെ ഞാൻ പോകപ്പെട്ടാല് പിന്നെ നിങ്ങളെന്തിനാ തിരിച്ചു വരുന്നത്? അയ്യോ, എന്നെയും കൂടി നശിപ്പിക്കാൻ വേണ്ടിട്ടാ. കാശ് കിട്ടി. വേണ്ട അതവിടെ കിടന്നോട്ടെ. നമ്മൾക്കിപ്പോ കാശൊക്കെ എടുത്തിട്ട് എന്താ കാര്യം? ഈ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റണില്ല കേട്ടോ. എത്ര കൂടിയിട്ട് നിങ്ങൾക്കൊന്നും കേൾക്കാനില്ലല്ലോ. അവിടൊക്കെ പുകയും ബബിളൊക്കെ വരുന്നത്. ഒരു കുശാലായിട്ട് ഫയർ ട്രക്ക് കുടിച്ചെടുക്കുന്നുണ്ട്. എന്തുണ്ടായി? നിങ്ങക്ക് രണേട് പിടിച്ചതല്ലോ. അപ്പോഴേക്ക് ഓടിയോ തെങ്ങോട്ടേക്ക് പറന്ന് അടിച്ചു പോണത്. എന്താടി പിന്നെ ഫയർ ട്രക്കിന്റെ
പോലീസ് എന്ത് ചങ്ങായിക്കും നിങ്ങളൊരു പോലീസ് അല്ലേ കളിക്കുന്ന കുഞ്ഞു പിള്ളേരെ പോലെ ഡാൻസ് കളിച്ചവനെ അറസ്റ്റ് ചെയ്ത് ഇതെന്താ ഉണ്ടായപ്പോടെ നിങ്ങൾ കണ്ടേ ഞാൻ ഡാൻസ് കളിക്കണത് പിള്ളേരുടെ പോലെ തന്നെ ഡാൻസ് കളിച്ചോണ്ട് നടക്കുന്നത് കുഞ്ഞു പോലീസാണ് കുഞ്ഞുമണി പോലീസ് എന്തൊക്കെയാണ് ഇപ്പൊ നടക്കണത് ആ സിറ്റിയില് ഇപ്പൊ അയാൾക്ക് പൈസയുടെ കെട്ടും കൊടുത്ത് ഡാൻസും കളിച്ച് വീട്ടിൽ പോരാണല്ലേ ആ അങ്ങനെ കളി ആ എന്നോട് കളി എന്ത് എന്നാലും അവൻ ഡാൻസ് കളിച്ചേ ബോംബ് ഇട്ട് കൊടുത്തല്ലോ അപ്പൊ അവൻ ചത്തിട്ടില്ല എന്തോ ഒരു ഗ്രനേഡ് ആ ഗ്രനേഡ് ഇട്ട് കൊടുത്തപ്പോ ചേട്ടാ എന്തിനാ എന്റെ വണ്ടി കയറിയേ ലിഫ്റ്റ് വേണമെങ്കിൽ ചോദിച്ചാ പോരെ അല്ല പിന്നെ ആ വണ്ണാല് പോലീസ് അതെന്തേലും ആവട്ടെ ആ ചേട്ടാ പിന്നെ ചേട്ടനോട് പറയാം ചേട്ടാ എനിക്ക് വേറെ വണ്ടി ഒന്നും ഇല്ലാത്തോണ്ടല്ലേ ചേട്ടാ എനിക്കൊരു വണ്ടി വന്നില്ല വണ്ടി തരാത്തല്ലേ എടാ അവളുടെ ചെറിയൊരു ഓട്ടോറിക്ഷയൊക്കെ കിടക്കുന്നുണ്ട് ആ ഓട്ടോറിക്ഷയിലൊക്കെ നീ അങ്ങ് കയറിപ്പോയാ മതി അതിനാക്കാം എടാ നിനക്കേ അത് പറഞ്ഞില്ല എനിക്ക് എങ്ങോട്ടാ ഇനി പോണ്ടത് അവിടെ നീ എവിടെയെങ്കിലും കൊണ്ട് വിട്ടാ മതി നീ എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതി എനിക്ക് വീടൊന്നുമില്ല സ്വന്തമായിട്ട് വീട് ഉണ്ടായിരുന്നു അതൊക്കെ പോയില്ലേ ചേട്ടാ എന്ത് കാണിച്ചില്ലേ ചേട്ടാ നിങ്ങളൊരു ടാക്സി ഡ്രൈവറുള്ള പോലെ ആ ഞാൻ ടാക്സി ഡ്രൈവറാണ് എനിക്ക് അതുകൊണ്ടല്ലേ ഞാൻ ചൊവ്വായിട്ട് അലക്കണത് നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ ഓ ഇത് ടാക്സി ആയിരുന്നല്ലേ ടാക്സി സാധാരണ മഞ്ഞ കളറല്ലേ പച്ച കളർ ആയോണ്ടേ കാണാട്ടെ ഏടാ മണ്ട നീ ഇതൊന്നും പഠിച്ചിട്ടില്ലേ ഈ രാജ്യത്തെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ കാറിന്റെ ടാക്സി കാറിന്റെ കളർ എന്താണ് ടാക്സി കാറിന്റെ കളർ മാറ്റി പച്ചയാക്കാൻ ഓ പച്ച എന്തൊക്കെ മണ്ടത്തരാ പറഞ്ഞത് ചേട്ടാ ഇപ്പോഴത്തെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് റാമ്പിന്റെ മുകളിൽ ചാടണമെന്ന് ആ റാമ്പിന്റെ മുകളിൽ അയ്യോ അന്റെ മുകളിൽ നിക്കണത് അതിന്റെ മുകളിൽ എന്താ നിക്കണത് പ്രേതാണോ അതിനാണ് നോക്കിയോട്ടെ ചേട്ടാ ഇവിടെ ഇറക്കിയാ മതി എന്നാ ഞാൻ പോട്ടെ ആ ചേട്ടൻ പോയി ഇനി ചേട്ടൻ ഇവിടെ വേണ്ട അത് കയറാൻ പറ്റില്ല കേറിക്കോ കയറിയില്ലേ പേടിച്ചിരുന്നോ ഞാനിതാ പൊട്ടിക്കുന്നേ അടേ പിന്നെ അയ്യോ ഇത് എന്ത് സ്പീഡാടാ ഒന്ന് കുറക്കടാ അത് ഞാൻ കുറക്കില്ല എവിടെ പിന്നെ മുഖ്യമന്ത്രി മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിന്റെ പോലത്തെ ഒരു ടാക്സി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ടാക്സിയിൽ കേറുന്ന ആൾക്കാരെ ഇതുപോലെ പുറത്തേക്ക് വലിച്ചെറിയാൻ അയ്യോ ഇതെന്ത് ചങ്ങായി കാണിച്ചതിന്റെ തല ഞാൻ തൊപ്പി വെച്ചോണ്ട് ഭാഗ്യം അല്ലെങ്കിൽ തല പൊട്ടിയായിരുന്നു ഹെൽമെറ്റ് കൂടി വടന്തി ചങ്ങായി കാണിച്ചത് ചങ്ങായി ഇതുകൂടി ഇത് ചങ്ങായി കാണിച്ചു നിങ്ങള് വണ്ടി ചങ്ങിലോ പുറത്തോട്ടല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ കാരണേ ഞാനിപ്പോ ഇംഗ്ലീഷ് വിളിക്കല്ലോ കേട്ടോ ഞാനത് ടാക്സിയാണ് അത് പോലീസ് വണ്ടി തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം വണ്ടിയുടെ കാറ്റ് കളഞ്ഞ എന്ത് ചങ്ങായിങ്ങൾക്ക് എന്ത് പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ വെച്ചിരിക്കണത് വണ്ടിയുടെ കാറ്റ് പോയി എന്റെ പാവം വണ്ടി ആ പാവ വണ്ടികൾ ഉണ്ടാക്കി ചേട്ടങ്ങള് ലിഫ്റ്റിലും മോളെ നീ എന്റെ കാണിക്കണ മോളെയാണോ എനിക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുവിട്ടാ മതി അതിനെന്താ ഞാൻ കൊണ്ടുവിട്ടാലോ ഞാൻ കണ്ണാപ്പി റൈഡറാണ് കണ്ണാപ്പി കാർ റൈഡർ കണ്ണാപ്പി റൈഡർ KSRTC റൈഡർ എവിടെ ഇയാള് കൊണ്ടുവിടുന്ന ഓർത്ത് നമുക്കറിയാം ചേട്ടാ ഇവിടെ മടിയോ ഇറങ്ങിക്കാ ചേട്ടാ അല്ല ഇവനെന്തിനും ഇങ്ങോട്ട് കൊടുത്ത ചേട്ടാ നിർത്ത് ചേട്ടാ ചേടോ
ഈ രണ്ട് കാറും നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടുവരച്ചുണ്ടോ? ഇത് ഏതൊരു കാർട്ടൂണിലത്തെ കാറല്ലേ? ഞാൻ എന്തേലോട്ടെ, എന്നാലും ആ ചെങ്ങായി ഇവിടെ ഇറക്കിയിട്ട് പോയി. എന്നാലും ഈ വണ്ടി എടുത്തങ്ങ് പോയാലോ? ഇതാ മറ്റേ മിസ്റ്റർ ബീന്റെ കാറല്ലേ? ഇത് മറ്റേ മിസ്റ്റർ ബീന്റെ പിന്നാലെ നടക്കുന്ന കാറ്, ഇത് മിസ്റ്റർ ബീന്റെ കാറ്. മിസ്റ്റർ ബീന്റെ പിന്നാലെ നടക്കുന്ന കാർ എടുത്താലോ? അതങ്ങനെ ഉണ്ടാവും. അമ്മച്ചി, ചേട്ടാ ഇത് എന്ത് കഷ്ടാണ്! ഇതൊന്ന് നല്ല വൃത്തിക്ക് ഓടിക്കാനും സമ്മതിക്കില്ല. എന്ത് വണ്ടിയാണ് എന്താ അമ്മേ? ഇത് എന്ത് വണ്ടിയാണ്? എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ചാവും. ചേട്ടന്റെ കഷ്ടടി വണ്ടി എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി നിർത്തണത് അമ്മേ. ഈശ്വരന്റെ ഇത് തുടങ്ങുമ്പോ ഞാൻ ഈ സ്ഥലം ഗെയിം തുടങ്ങുമ്പോ പറഞ്ഞല്ലേ നല്ല വൃത്തിക്ക് നല്ല ജീവിക്കാന്ന്. അപ്പൊ ഈ വണ്ടീന് പിന്നെ കൊലപാതകത്തിന് കൊടുത്തു. ഇന്നെ കൊലക്ക് കൊടുക്കാൻ എനിക്ക് ഉദ്ദേശം എന്താണ്? ഇതെന്താണ് ഓട്ടർഷ പോലെ അങ്ങനെ കളഞ്ഞു എടാ ഞാനാടാ നിന്റെ പണ്ടിട്ട് ഞാൻ ആ ഷിൻചാനെ ഇയാർന്നോ? അന്ന് ഞാൻ കണ്ടില്ല, എന്നെ ബാക്കിൽ നിർത്തിയിട്ട് എന്തൊക്കെ പുഴയിൽ കൊണ്ടുപോയിട്ട് വണ്ടി. അവിടെ ഷിൻചാനെ എന്നെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ. ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്ത് വണ്ടിയാടാ എനിക്ക്? അതാണ് മിസ്റ്റർ ബീനിന്റെ കാർ. മിസ്റ്റർ ബീനിന്റെ ശല്യം ചെയ്യുന്ന കാർ. മിസ്റ്റർ ബീൻ എന്ന വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കാനു. പിന്നെ കഥ പറഞ്ഞല്ലോ മിസ്റ്റർ ബീൻ ഇട്ടിട്ടുള്ള. ആ കട പറയും. ഞാൻ മിസ്റ്റർ ബീൻ ഒരു ദിവസം ഇങ്ങനെ വണ്ടി വെച്ച് പോകുമ്പോഴേ, ആ വണ്ടി ഓടിച്ച് പോകുമ്പോ ആ മിസ്റ്റർ ബീൻ ഇങ്ങനെ പോകുമ്പോഴേ, ആ മിസ്റ്റർ ബീൻ പോകുമ്പോ മിസ്റ്റർ ബീൻ പോകുമ്പോ ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ വന്നിട്ട് ആ മിസ്റ്റർ ബീൻ അടിച്ചങ്ങനെ അപ്പുറത്തോട്ട്. മിസ്റ്റർ ബീൻ ഇങ്ങനെ പോകുമ്പോ മിസ്റ്റർ ബീന്റെ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെയൊക്കെ മിസ്റ്റർ ബീൻ പോവാറുണ്ട്. അപ്പൊ വീട്ടിന്ന് തരണോ? എനിക്ക് പണി കിട്ടുന്നേ നിന്നൊക്കെ കാണിച്ചു തരാൻ ഞാൻ ഒരുപാട്. അങ്ങനെ നമ്മുടെ ഷിൻചാനും നമ്മളെ ചതിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ജീപ്പ് ഉണ്ട്, അത് ഹെൽപ്പ് ചെയ്യുമോ? ഈ സാധനം കൊടുത്തൊക്കെ എന്തിനാ നമുക്ക്? ചേട്ടൻ ലിഫ്റ്റ് തരുമോ? ലിഫ്റ്റ്. വേണ്ട ചേട്ടാ ഓടിച്ചോ. എന്നോട് ഓടിക്കാനാ? ഇവിടെ ചേട്ടാ നിന്റെ വണ്ടിയിൽ മിസ് ചെയ്യോ? അല്ല എന്താണ് ബൂസ്റ്ററൊന്നും ഇല്ലല്ലോ ചേട്ടാ. ഈ വണ്ടി കുറച്ച് ബഷക്കാണ്. ചോടി. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചാ ചെയ്താലോ? എന്ത് പറയണ നിന്റെ കളിക്ക് നിന്റെ ചേട്ടാ? അങ്ങനെ ഒന്നും വണ്ടി ഓടിക്കാൻ പാടില്ല. സർക്കാരിന് കേസ് കൊടുക്കും, അല്ല പോലീസിന് കേസ് കൊടുക്കും. എന്താ ഡി ജെ പാർട്ടി ചേട്ടനോട് ഞാൻ ഇറക്കാറില്ല പറഞ്ഞ എല്ലാരും എന്റെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിടുന്നു. പിന്നെ എന്റെ വണ്ടിയുടെ ബാക്കിൽ വെച്ച് ഇങ്ങനെ പോണു മാമേ. സ്ലോ മോഷൻ വീടിന്റെ ഉള്ളിലിട്ടാ ചങ്ങായി. അല്ല ഈ വീടിന്റെ കളറാ കാറിന്റെ അല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. അപ്പൊ ഡി ജെ പാർട്ടി എന്താ നോക്കിയിട്ടും കൂടി നമുക്ക് പോവാട്ടോ. ഡി ജെ പാർട്ടിയും കൂടി എന്താ നോക്കാം. അപ്പൊ കഴിഞ്ഞിട്ട് നമ്മുടെ നൈറ്റ് പാർട്ടിയാണത്. ഹലോ ചെങ്ങായി ഒന്ന് അടിച്ചാലോ? ഇതെടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. ബ്രൈറ്റ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.